ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. മമ്മൂട്ടിയും മകൻ ദുൽഖറും ഒന്നിക്കുന്ന ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു. അമൽ നീരദ് ചിത്രമല്ല ഇത്, മറ്റൊരു സംവിധായകന്റെ ചിത്രമാണ്. അമൽ നീരദ് ഒരുക്കുന്ന ചിത്രത്തിലാകും മമ്മൂട്ടിയും ദുൽഖറും ആദ്യം ഒരുമിക്കുക എന്നതായിരുന്നു മുന്നേ ലഭിച്ച വിവരങ്ങൾ. എന്നാൽ അതിനു മുന്നേ മകൻ ദുൽഖറുമൊത്ത് മമ്മൂട്ടി ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ്. റമദാൻ മാസം തുടങ്ങിയ മമ്മൂട്ടിയുടെ വിശ്രമ ജീവിതം അടുത്ത മാസത്തോടു കൂടി കഴിയും. അടുത്ത മാസം മുതൽ മമ്മൂട്ടി മലയാള സിനിമയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. നിരവധി പ്രൊജക്ടുകളാണ് അണിയറയിൽ മമ്മൂട്ടിയുടെ വരവും കാത്തിരിക്കുന്നത്. മമ്മൂട്ടി മലയാള സിനിമയിൽ സജീവമായാൽ ഒട്ടനവധി പുതിയ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകൾ നമുക്കറിയാൻ കഴിയും. എന്നാൽ മഹേഷ് നാരായണ ചിത്രത്തിൽ ജോൻ ചെന്നതിനോടൊപ്പം മമ്മൂട്ടി ഈ ദുൽഖർ ചിത്രത്തിലും അഭിനയിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊന്നുമല്ല, മമ്മൂട്ടിയും ദുൽഖറും ഒന്നിക്കുന്നത് നഹാസ് ഹിദായത്ത് ഒരുക്കുന്ന ഐ ആം ഗെയിം എന്ന ചിത്രത്തിലാണ്. ദുൽഖറിനോടൊപ്പം പെപ്പയും മറ്റു നിരവധി താരങ്ങളും അണിനിരക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രം കൂടിയാണ് ഐ ആം ഗെയിം. കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിന് ശേഷം ദുൽഖറിന്റെ വൻ തിരിച്ചുവരവായിരിക്കും ഐ ആം ഗെയിം എന്ന ചിത്രം. നഹാസ് ഹിദായത്ത് ഒരുക്കുന്നത് കൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകരും ആവേശത്തിലാണ്. ഇപ്പോൾ കൂടെ മമ്മൂട്ടിയും ഒന്നിക്കുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് അതിലപ്പുറം എന്തു വേണം? വാപ്പയും മകനും ഒന്നിക്കുന്ന ഒരു ചിത്രം എപ്പോൾ ഉണ്ടാകുമെന്നുള്ള ചോദ്യം തുടങ്ങിയിട്ട് കുറെ നാളുകളായി. വാപ്പയോടും മകനോടും പല ഇന്റർവ്യൂകളിലും ഉയർന്ന ചോദ്യമാണിത്. എപ്പോഴാണ് നിങ്ങൾ ഇരുവരും ഒന്നിക്കുന്ന ഒരു ചിത്രം ഒരുങ്ങുക എന്നുള്ളത്? ആ കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. എന്നാൽ ഐ ആം ഗെയിമിൽ മമ്മൂട്ടി ഒരു ഗസ്റ്റ് റോളിലാണ് എത്തുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുഴുനീള ചിത്രത്തിൽ മമ്മൂട്ടി ഉണ്ടാവുകയില്ല. ആ ഒരു ചിത്രം നമുക്ക് കാണണമെങ്കിൽ അമൽ നീരദ് ഒരുക്കുന്ന ചിത്രമായിരിക്കും ആദ്യം ഉണ്ടാവുക. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി മകൻ ദുൽഖറും അമൽ നീരദും ചാക്കോച്ചനും ഒന്നിക്കുന്ന ചിത്രമായിരിക്കും അമൽ നീരദ് ഒരുക്കുന്നത്. ഈ ചിത്രത്തിന്റെ അപ്ഡേഷനുകളെല്ലാം മമ്മൂട്ടിയുടെ വരവും ലൈനപ്പിൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു മാസങ്ങളായി. ഒട്ടനവധി ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങിയത്. ചില ഷെഡ്യൂളുകളിൽ വന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിലും 2025 ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നതെല്ലാം മികച്ച ചിത്രങ്ങൾ.